കൊച്ചി കടവന്ത്രയിലെ മന്തിക്കടയിലെ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം മയോനൈസ് ആകാമെന്ന നിഗമനത്തിൽ ആരോഗ്യവകുപ്പ്. മയോനൈസ് കഴിക്കാത്തവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടില്ല. അൽ റീം മന്തിക്കടയിൽ നിന്ന് മന്തി കഴിച്ച 30-ലധികം പേർക്കായിരുന്നു ഭക്ഷ്യവിഷബാധയേറ്റത്. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, വിദഗ്ധമായ പരിശോധനയ്ക്കായി ഈ മയോനൈസ് സാമ്പിൾ അടക്കം ശേഖരിച്ചിട്ടുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ്? ഈ ഭക്ഷണം കഴിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായിട്ടുള്ള പരാതി ആരോഗ്യ വിഭാഗത്തിന് ലഭിക്കുന്നത്, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ആ സാമ്പിളുകളിൽ നിന്ന് ഈ കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. പക്ഷേ ആരോഗ്യവകുപ്പിൽ അല്ലെങ്കിൽ ചികിത്സ തേടിയിട്ടുള്ള ആൾക്കാരുടെ സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിച്ച ആൾക്കാരിൽ മയണൈസ് കഴിച്ചവർക്കാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്. മയണൈസ് കഴിക്കാത്തവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റവരിൽ 3 പേർക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അവരുടെ സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനയിലാണ് അവർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ സാമ്പിളുകളും എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും ഷിഗല്ല ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകും. ഈ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെയാണ് ഷിഗല്ല പടരുന്നത്. അപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ ഷിഗല്ല പടർന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കൊച്ചു കുട്ടികളടക്കം അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ വിശദമായ തന്നെ പരിശോധന ഉണ്ടാകും. പോലീസ് ഉൾപ്പെടെ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധനാ ഫലം കൂടി വരണം. നേരത്തെ പറഞ്ഞതുപോലെ അവർ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. അവരുടെ വീഴ്ചയല്ല, അവർക്ക് പരാതി വന്നപ്പോഴാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. പക്ഷേ പരാതി വന്നപ്പോൾ ഈ അസുഖം ബാധിച്ച ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പ് ഈ അസുഖം ബാധിച്ചവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി.